मेरे स्पीच होने के बाद कल वो लोग बीजेपी के लोग सब मिलके हवन करके उस स्टेज का शुद्धिकरण करने का काम किए। നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സാമൂഹിക രാഷ്ട്രീയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നാളെ ഈ രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ഈ മണ്ണിൽ നിലനിന്നിരുന്ന മനുഷ്യനെ മനുഷ്യനായി പോലും പരിഗണിക്കാത്ത ജാതി അധിക്ഷേപങ്ങളെയും ഐത്തത്തെയും തച്ചുടച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഭാരത ഭരണഘടനയുടെ മൂല്യങ്ങളെ വീണ്ടും കാറ്റിൽ പറത്തുന്ന കാഴ്ചകളാണ് ഇന്നലെ നാം കണ്ടുകൊണ്ടിരുന്നത്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ജനത പണിതുയർത്തിയ ആത്മാഭിമാനത്തിന്റെ കോട്ടകൾക്ക് മേലാണ് ജാതിഭ്രാന്തിന്റെയും വർഗീയ അഹങ്കാരത്തിന്റെയും വിഷവിത്തുകൾ വീണ്ടും വിതറപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെയും വേദനാജനകവുമായ ഉദാഹരണമാണ് ഇന്നലെ രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ ഉയർത്തിക്കാട്ടിയ സംഭവം. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായ ഒരു ദളിത് നേതാവ് സംസാരിച്ചു മടങ്ങിയ വേദി ഗംഗാജലവും തീർത്ഥവും തളിച്ച് ശുദ്ധികലശം നടത്തിയെന്ന വെളിപ്പെടുത്തൽ ഏതൊരു ജനാധിപത്യ വിശ്വാസിയുടെയും മനസ്സാക്ഷിയെ ഉലയ്ക്കുന്നതാണ്. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നാം കണ്ടത് കേവലം ഒരു പ്രാദേശിക സംഭവമല്ല, മറിച്ച് ഉന്നത തലങ്ങളിൽ വരെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ജാതി വിവേചനത്തിന്റെയും വർഗീയ അജണ്ടയുടെയും വികൃതമായ മുഖമാണ്. സാംസ്കാരിക പരിപാടി നടന്ന സ്ഥലത്ത് രാഷ്ട്രീയ സമ്മേളനം നടത്തിയത് കൊണ്ടാണ് ശുദ്ധീകരണം നടത്തിയത് എന്ന തികച്ചും യുക്തിരഹിതമായ ന്യായം പറഞ്ഞ് ജാതി വിവേചനത്തെ വെള്ളപൂശാൻ ഭരണകൂടവും അതിന്റെ ആളുകളും നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഒന്നും നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞു വരുന്നതെങ്കിൽ തെളിവുകൾ കള്ളം പറയില്ല. ഉത്തരാഖണ്ഡിൽ ശുദ്ധികലശം നടത്തുന്ന വീഡിയോ നമുക്ക് കാണാം. ഈ ജാതി അധിക്ഷേപങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ക്രൂരമായ സാമൂഹിക വ്യവസ്ഥയുടെ ഭീകരത നമുക്ക് കാണാൻ സാധിക്കും. ജനനത്തിന്റെ പേരിൽ മനുഷ്യനെ തരം തിരിക്കുകയും പൊതുവഴികൾ നിഷേധിക്കുകയും വിദ്യ അഭ്യസിക്കുന്നതിൽ നിന്നും പൊതു കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഒരു വലിയ വിഭാഗത്തെ അടിച്ചമർത്തി അകറ്റി നിർത്തുകയും ചെയ്ത ഒരു കറുത്ത ഭൂതകാലം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. വസ്ത്രധാരണത്തിലും സംസാരത്തിലും വാസസ്ഥലങ്ങളിൽ പോലും വിവേചനം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു വലിയ ജനവിഭാഗത്തെ അധസ്ഥിതരാക്കി നിർത്തുന്ന ജാതി രാക്ഷസനാണ് നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെ വളർച്ചയെ പിന്നോട്ടടിച്ചത്. ഈ സാമൂഹിക അനീതികളെയും ചൂഷണങ്ങളെയും തുടച്ചു നീക്കുന്നതിനായുള്ള പോരാട്ടങ്ങളുടെ മുഖ്യ ശില്പിയായിരുന്നു വിപ്ലവകാരിയായ ഡോക്ടർ BR അംബേദ്കർ. ജാതി നിർമാർജനത്തിനും ദളിത് പീഡിത ജനവിഭാഗങ്ങളുടെ അവകാശ പുനഃസ്ഥാപനത്തിനുമായി അംബേദ്കർ നടത്തിയ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ സമ്പൂർണ്ണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ടവയാണ്. പൊതു കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കാനുള്ള ദളിതരുടെ അവകാശത്തിനായി അംബേദ്കർ നയിച്ച മഹത് സത്യാഗ്രഹവും ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യത്തിനായി സംഘടിപ്പിച്ച കാലാറാം ക്ഷേത്ര സത്യാഗ്രഹവും പീഡിത ജനവിഭാഗങ്ങളുടെ ആത്മാഭിമാനം ഉണർത്തുന്ന പോരാട്ടങ്ങളായിരുന്നു. ജാതി വ്യവസ്ഥയെ അധിഷ്ഠിതമാക്കുന്ന പുരാതന സാമൂഹിക നിയമങ്ങളെ പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് മനുസ്മൃതി കത്തിച്ചതും അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ നിലപാടായിരുന്നു. ദളിതർക്ക് വിദ്യാഭ്യാസവും രാഷ്ട്രീയ പങ്കാളിത്തവും സംഘടനാ ശക്തിയും ഉറപ്പുവരുത്താൻ ബഹിഷ്കൃത് ഹിതകാരിണി സഭ രൂപീകരിച്ച അംബേദ്കർ കൽപ്പിക്കുക, സംഘടിക്കുക, പോരാടുക എന്ന ആഹ്വാനത്തിലൂടെ ദളിത് സമൂഹത്തെ വിമോചന പാതയിലേക്ക് നയിച്ചു. ഭാരത ഭരണഘടനയുടെ ശില്പി എന്ന നിലയിൽ അംബേദ്കർ നടപ്പിലാക്കിയ നിയമപരമായ പരിഷ്കാരങ്ങളാണ് ഇന്ത്യയിലെ ജാതി വിവേചനത്തിനെതിരെയുള്ള ഏറ്റവും വലിയ കവചമായി മാറിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 എല്ലാവർക്കും സമത്വം ഉറപ്പു നൽകിയപ്പോൾ ആർട്ടിക്കിൾ 15 ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വിവേചനം കാണിക്കുന്നത് നിയമവിരുദ്ധമാക്കി. ആർട്ടിക്കിൾ 17 പ്രകാരം അയിത്തം നിരോധിക്കുകയും അത് ശിക്ഷാർഹമായ കുറ്റമാക്കുകയും ചെയ്തു. പീഡിത സമൂഹങ്ങൾക്ക് ഭരണരംഗത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃത്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സംവരണം എന്ന ഭരണഘടനാപരമായ അവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. പിന്നീട് വന്ന പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ആക്ട് പോലെയുള്ള ശക്തമായ നിയമനിർമ്മാണങ്ങൾക്കും
അടിത്തറയിട്ടത് അംബേദ്കറൈറ്റ് ആശയങ്ങളും പ്രസ്ഥാനങ്ങളുമാണ്. എന്നാൽ അംബേദ്കറും മറ്റു സാമൂഹിക പരിഷ്കർത്താക്കളും രക്തം നൽകി പണിതുയർത്തിയ ഈ സമത്വ സങ്കല്പങ്ങൾ ഇന്ന് വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെടുകയാണ്. അധികാരത്തിന്റെ തണലിൽ വീണ്ടും പഴയ ജാതീയ അഹങ്കാരങ്ങൾ തലപൊക്കുന്നുവെന്നതിന് തെളിവാണ് വർത്തമാനകാല ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും. ഈ വിവേചനം കേവലം സാധാരണക്കാരിലോ പ്രതിപക്ഷ നേതാക്കളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിയോട് പോലും കാണിക്കപ്പെടുന്നു എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പൗരയായ ദളിത് ആദിവാസി സമൂഹത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഉന്നത പദവിയിലേക്ക് ഉയർന്നു വന്ന ശ്രീമതി ദ്രൗപദി മുർമുവിന് ഭരണകൂടത്തിന്റെ പക്കൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണനകൾ ഇതിന് തെളിവാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം പോലെ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ നിന്ന് രാജ്യത്തിന്റെ തലവയായ രാഷ്ട്രപതിയെ ഒഴിവാക്കിയത് ഭരണഘടനാപരമായ മര്യാദകളുടെ നഗ്നമായ ലംഘനമായിരുന്നു. ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയെക്കാളും രാഷ്ട്രീയത്തെക്കാളും പ്രാധാന്യം ആത്മീയ ചടങ്ങുകൾക്കും വ്യക്തിപൂജകൾക്കും നൽകിയപ്പോൾ അവഗണിക്കപ്പെട്ടത് ഒരു ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനം കൂടിയാണ്. അതുപോലെ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ ഉൾപ്പെടെ പ്രഥമ പൗരയ്ക്ക് അർഹമായ പ്രാധാന്യം നൽകാതിരുന്നതും അയോധ്യ സന്ദർശന വേളയിലും മറ്റും ഉയർന്നു വന്ന പല ചിത്രങ്ങളും വാർത്തകളും ഈ മനസ്ഥിതിയുടെ പ്രതിഫലനമാണ്. രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിരിക്കുമ്പോഴും ജാതീയവും വംശീയവുമായ പശ്ചാത്തലത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ ഒരു ജനാധിപത്യ രാജ്യത്തിനും അംഗീകരിക്കാനാവില്ല. ഇതുകൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ RSS BJP ഭരണത്തിന് കീഴിൽ ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങളും അധിക്ഷേപങ്ങളും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഉത്തർപ്രദേശിലെ ഹാഥ്രസിൽ ഒരു ദളിത് പെൺകുട്ടി ക്രൂരമായി പീഡിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ആ കേസ് അട്ടിമറിക്കാനും ഇരയുടെ കുടുംബത്തെ തടവിലാക്കാനും അർദ്ധരാത്രിയിൽ ബന്ധുക്കളുടെ അനുമതിയില്ലാതെ മൃതദേഹം കത്തിച്ചു കളയാനും ഭരണകൂടം കാണിച്ച ധൃതിയും ക്രൂരതയും രാജ്യം മറന്നിട്ടില്ല. ഗുജറാത്തിലെ ഉനയിൽ ചത്ത പശുവിന്റെ തോലുരിഞ്ഞു എന്നാരോപിച്ച് ദളിത് യുവാക്കളെ പരസ്യമായി കാറിനോട് ചേർത്ത് കെട്ടി ക്രൂരമായി മർദ്ദിച്ച സംഭവം ഭരണകൂടത്തിന്റെ മൗനാനുവാദത്തോടെ നടന്ന ജാതി ഭീകരതയുടെ ഉദാഹരണമാണ്. മധ്യപ്രദേശിൽ ദളിത് ആദിവാസി യുവാക്കൾക്ക് നേരെ ഭരണകക്ഷി നേതാക്കളിൽ നിന്നുണ്ടായ അപമാനകരമായ അതിക്രമങ്ങൾ, രാജസ്ഥാനിലും ഹരിയാനയിലും ദളിതർ കുതിരപ്പുറത്ത് കയറിയതിനും മീശ വെച്ചതിനും പൊതു കുടിവെള്ള പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ചതിനും ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇന്നും ജാതി ഭ്രാന്ത് എത്രത്തോളം ആഴത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവുകളാണ്. 2018 SC/ST അതിക്രമ നിരോധന നിയമത്തിൽ സുപ്രീം കോടതി ഇളവുകൾ വരുത്തിയപ്പോൾ അത് പ്രാബല്യത്തിൽ വരുത്താൻ തിടുക്കം കൂട്ടുകയും നിയമം ദുർബലപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയും ചെയ്ത കേന്ദ്ര ഭരണകൂടത്തിന്റെ നിലപാടാണ് രാജ്യവ്യാപകമായ ഭാരത് ബന്ദ് പോലെ വൻ പ്രക്ഷോഭങ്ങൾക്ക് വഴിതെളിച്ചത്. പിന്നീട് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയാണ് നിയമം ഭേദഗതി ചെയ്ത് പുനഃസ്ഥാപിക്കാൻ സർക്കാർ നിർബന്ധിതരായത്. ഭരണഘടനയെ പോലും മാറ്റിയെഴുതാനും അംബേദ്കർ ഉയർത്തിപ്പിടിച്ച സമത്വത്തിന്റെ ആശയങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നവർക്ക് ഖാർഗെയെ പോലെയോ ദ്രൗപദി മുർമുവിനെ പോലെയോ ഉള്ള നേതാക്കൾ ഭരണഘടനാ പദവികളിലും ഉയർന്ന രാഷ്ട്രീയ തലങ്ങളിലും ഇരിക്കുന്നത് സഹിക്കാനാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വശത്ത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് വീടുകളും ആരാധനാലയങ്ങളും തകർക്കുകയും മറുപുറത്ത് ഗോസംരക്ഷണമെന്നും ശുദ്ധികലശമെന്നും പേരിട്ട് ദളിതരെയും പിന്നോക്കക്കാരെയും ക്രൂരമായി വിചാരണ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് നിർമ്മിക്കപ്പെടുന്നത്. ശ്രീരാമസേനയെ പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനകൾക്ക് രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള രാഷ്ട്രീയ തണൽ ഒരുക്കി കൊടുക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. ഖാർഗെയുടെ സാന്നിധ്യം കൊണ്ട് അശുദ്ധമായി എന്ന് പറഞ്ഞ് വേദി ശുദ്ധീകരിച്ചവർ അപമാനിച്ചത് ഖാർഗെയെ മാത്രമല്ല, ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ദളിത് പീഡിത ജനവിഭാഗങ്ങളെയാണ്, നമ്മുടെ ഭരണഘടനയെയാണ്, അംബേദ്കറുടെ ഓർമ്മകളെയാണ്. ഈ ജാതീയ അധിക്ഷേപങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ആളിക്കത്തേണ്ടതുണ്ട്. തെരുവുകളിൽ ഉയരുന്ന പ്രതിഷേധ ജ്വാലകൾ ഈ ജാതി ഭ്രാന്തിനെതിരെയുള്ള മുന്നറിയിപ്പാണ്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന അഹങ്കാരത്തിന് മുന്നിൽ
മുട്ടുമടക്കില്ലെന്നും അംബേദ്കർ പകർന്നു നൽകിയ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോരാടുമെന്നുമുള്ള ദൃഢപ്രതിജ്ഞയാണ് ഇന്ന് രാജ്യത്ത് ഉയർന്നു കേൾക്കുന്നത്. ജാതിരഹിതവും നീതിപൂർവവുമായ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം വിജയം കാണുന്നതുവരെ വിശ്രമമില്ലാതെ തുടരുക തന്നെ ചെയ്യും. നൂറ്റാണ്ടുകളായി പലതരം സംസ്കാരങ്ങളും വിശ്വാസങ്ങളും തോളോട് തോൾ ചേർന്ന് ജീവിച്ച ഈ മണ്ണിൽ മതഭ്രാന്തിന്റെയും ജാതി വിദ്വേഷത്തിന്റെയും വിഷവിത്തുകൾ വിതറി രാജ്യത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചെങ്കോട്ടയുടെ മുറ്റത്ത് നിന്നും ഉയരുന്ന വിദ്വേഷത്തിന്റെ സന്ദേശങ്ങളെയല്ല, മറിച്ച് നമ്മുടെ ഭരണഘടന പകർന്നു നൽകുന്ന സമത്വത്തിന്റെയും മതേതരത്വത്തിന്റെയും തിരുനാളങ്ങളെ നാം കാത്തു സൂക്ഷിക്കണം.